നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുഞ്ഞമ്മേ, ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? അതെ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംശയം ചോദിക്കാൻ പാടില്ല. എന്തുട്ടാടാ ചോദിക്കട്ടെ? ഒരെണ്ണം ചോദിച്ചു. ഈ ജയിലിലൊക്കെ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത് മെഷീൻ അല്ലേ? അപ്പോ കുഞ്ഞമ്മ ഉണ്ടാക്കുന്ന ചപ്പാത്തിക്ക് മാത്രം എന്താ ഇത്ര ടേസ്റ്റ് ഇരിക്കുന്നത്? കേക്ക് ഞാൻ കേട്ടു. എടി, ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത് മാത്രമാണ് ഈ മെഷീൻ. അത് കുഴക്കണത് മനുഷ്യന്മാരാ. അതിനുള്ള മെഷീൻ അവിടെ വാങ്ങിച്ചിട്ടില്ല. മനസ്സിലായിണ്ടാവും. ചപ്പാത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ രുചിയുടെ സീക്രട്ട് എന്ന് പറയുന്നത് അതിന്റെ കുഴക്കണേന്റെ ആ റെസിപ്പിയിലാണ്. മനസ്സിലായി? ഞാൻ കുഴയ്ക്കുമ്പോ അതിന്റെ അളവ് എന്ന് പറയുന്നത് പെർഫെക്റ്റാ. അതാണ് അതിന്റെ രുചി. അതാണ് ഞാൻ ഉണ്ടാക്കുമ്പോ ചപ്പാത്തിക്ക് മെഷീൻ പരത്തിയാലും ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇപ്പൊ കറക്റ്റായി. അല്ലെങ്കിലേ കുഞ്ഞമ്മ തള്ളിയതാന്ന് ഞങ്ങളൊക്കെ കരുതിയത്. അവളുടെ ഒരു ഓഞ്ഞ തമാശ. അതെ, തമാശയൊക്കെ ആവാം, പക്ഷെ ആളും തരം നോക്കി വേണം തമാശ പറയാൻ. മനസ്സിലായിണ്ടോ? ഷായനക്കുട്ടി, ഇതുപോലെ തമാശ പറഞ്ഞൊരു പെൺകുട്ടിയാണ് കാലേവാരി ഭിത്തിയിലടിച്ചത്. പേടിപ്പിക്കല്ലേ പിള്ളേരെ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ശരിക്കും? അത് തിന്നിന്റെ ബാക്കിയല്ലേ? മറ്റേ കാര്യം. അതെ കുഞ്ഞമ്മേ, ഇവരെല്ലാവരും കൂടി കുഞ്ഞമ്മയോട് ഒരു കാര്യം ചോദിക്കണമെന്ന് പറഞ്ഞ എന്നെ ചട്ടം കെട്ടി നിൽക്കുക. അല്ല, അത് വേറൊന്നുമല്ല, നമ്മുടെ തറവാട് ആശ്രമത്തിന് എഴുതി കൊടുക്കുന്ന കാര്യം ഒന്നുകൂടെ പുനഃപരിശോധിച്ചു കൂടെ എന്നാണ് ഇവരുടെ ചോദ്യം. എന്റെ അല്ല ഇവരുടെയാണ്. ആണോ? ഉറപ്പിച്ച് പറ. എന്നാ പിന്നെ പരിശോധിക്കാം. തറവാട് ആശ്രമത്തിന് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കാം നമുക്ക്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷനാ? ആ സാറാമെന്ന് പറഞ്ഞോളില്ലേ, അവളെ ഈ തറവാട്ടിൽ നിന്ന് അടിച്ചിറക്കണം. ഇറക്കിയപ്പോ അടിക്കണം. അടിച്ചെന്നെ ഇറക്കണം. അത് ശരി. സാറാമ്മ ഇവിടുന്ന് അടിച്ചിറക്കാന്ന് ആരും വിചാരിക്കണ്ട. ഇതപ്പോ വന്ന് ചില നെറികെട്ട രാഷ്ട്രീയ കളികൾ കളിക്കുന്ന രാഷ്ട്രീയക്കാര് പോലും ഇമാതിരി ഒത്തുതീർപ്പ് ഫോർമുല മുന്നോട്ട് വെച്ച് ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലേ? ഇല്ല. എന്നാ ഇപ്പൊ കണ്ടോ? ഇതാണ് രാധാലക്ഷ്മിയുടെ ഒത്തുതീർപ്പ് ഫോർമുല. കുഞ്ഞമ്മേ, ഏതൊരു ഒത്തുതീർപ്പിന് 2-3 ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷെ ഇവിടെ മാത്രം ഓരോ ഓപ്ഷൻ കൊടുക്കുന്ന ഭയങ്കര ജനാധിപത്യ വിരുദ്ധമാണ് കേട്ടോ. അതെ, ഞാൻ ജയിലിൽ നിന്നാ വരണത്. എന്റെ അടുത്തുനിന്ന് ഇത്രയൊക്കെ ജനാധിപത്യം പ്രതീക്ഷിച്ചാ മതി. ഷാഹിന, ഇവളോട് ഇറങ്ങി പോവാൻ പറ. ഏത് നിമിഷവും ജയിലിലേക്ക് പോകാൻ നിൽക്കുന്ന നിങ്ങളാണോ എന്നോട് ഇറങ്ങി പോകാൻ പറയുന്നത്? അതെ, ജയിലെന്ന് പറഞ്ഞ കുഞ്ഞമ്മേനാണ് പേടിപ്പിക്കുന്നത്. കുഞ്ഞമ്മക്ക് ജയിലെന്ന് പറഞ്ഞ അമ്യൂസ്മെന്റ് പാർക്ക് പോലെ. ഞാൻ പറയട്ടെ, പുറത്ത് ബോറടിച്ച് കഴിയുമ്പോ ഒരു റിലാക്സേഷന് വേണ്ടിട്ടാണ് ജയിലിലേക്ക് കയറണത്. ആ ആളെ പേടിപ്പിക്കാൻ നോക്കണത്. അതിന് ഇവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവർക്ക് അറിയോ ശരിക്കും ഞാൻ ആരാന്ന്? എന്റെ കോണ്ടാക്ട് ലിസ്റ്റും എന്റെ കണക്ഷൻസും എന്താന്ന് ഇവർക്ക് അറിയോ? അതാണ്. അതെ കുഞ്ഞമ്മ, ഞങ്ങളുടെ സാറാമ്മനെ അങ്ങനെ അങ്ങോട്ട് കൊച്ചാക്കണ്ട. ഇവർക്ക് അങ്ങ് ഡൽഹിയിൽ ഇവർക്ക് പിടിപാട്. ഡൽഹിയിൽ പിടിയുള്ളത് പ്രതാപേന്ദ്രനല്ലേ? അല്ല, സാറാമ്മയ്ക്കും പിടിപാട് ഉണ്ടാവും. എന്റെ മരതകം, അതൊക്കെ എന്തിനാ ഇവരോട് പറയുന്നത്? ജയിൽ പുള്ളി, സർക്കാർ നിങ്ങൾക്ക് പരോളും തന്ന് നാട്ടിലോട്ട് ഇറക്കി വിട്ടേക്കുന്നതേ വീട്ടുകാർക്ക് നേരെ ഗുണ്ടായിസം കാണിക്കാനല്ല. അത് ഓർമ്മയുണ്ട് നിങ്ങൾക്ക് കൊള്ളാം. എടി സാറാമേ, നിനക്ക് ജയിലിൽ പോയിട്ട് പരോളിൽ ഇറങ്ങി വന്ന ഒരു രാധാലക്ഷ്മിനെ അറിയുള്ളൂ. അതൊക്കെ മുന്നൊരു രാധാലക്ഷ്മി ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചൊന്നേ ചെറിയൊരു പഠനം നടത്തിയ നിങ്ങൾക്കൊക്കെ കൊള്ളാം. എന്തായാലും ഈ തറവാട്ടിൽ നിന്ന് നിങ്ങളെ ഓരോത്തിനെ അടിച്ചിറക്കിയിട്ടേ രാധാലക്ഷ്മി ഇവിടുന്ന് പോവുള്ളൂ. മനസ്സിലായല്ലോ? അയ്യോ, ദേഷ്യപ്പെട്ട് ചപ്പാത്തി കൊണ്ടക്കളല്ലേ? ആര് ചപ്പാത്തി കളയുന്നു? അവിടെ പോയിരുന്നു കഴിക്കാനാ. കണ്ടാ, നിങ്ങൾ കാരണം കുഞ്ഞമ്മ ചപ്പാത്തി കഴിക്കാതെ പോയതുണ്ടോ? പിന്നെ ആ ഡയലോഗിനിടെ 8 ചപ്പാത്തി അവർ തിന്നേ. 8 അല്ലടി 9 കഴിച്ച്. ശരിയാ. അമ്മായി, വെറുതെ കുഞ്ഞമ്മയോട് ഉടക്കാൻ നിൽക്കണ്ട. എനിക്ക് കുഞ്ഞമ്മേനെ ശരിക്കറിയാം. ഉടക്കി കഴിഞ്ഞാൽ ഭിത്തിയിൽ ഒട്ടിച്ചു കളയും. ഓ, ഞാൻ ശ്രദ്ധിച്ചോളാം. ശ്രദ്ധിച്ചാ അമ്മായി കൊള്ളാം. എന്തായാലും ഞാൻ അപ്പുറത്തെട്ടിയല്ലേ, അല്ലെ കുഞ്ഞമ്മ ഓടിങ്ങ് വരും വഴക്കിടാനായിട്ട്. ഇത് ഞാൻ എടുക്കുവാണേ.
ആത്മവിദ്യാലയമേ അവനിയിലാത്മവിദ്യാലയമേ മന്നവനാട്ടെ മാനവനാട്ടെ വഞ്ചിതനൊടുവിൽ എന്റെ അളിയ ഇവിടെ ഇരുന്ന് ഈ ദുഃഖഗാനം പാടാതെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങ്. വാ, ഞാൻ പോകുന്നുണ്ട്. വാ, നമുക്ക് ഒരുമിച്ച് പോവാ. ഓ, ഞാനൊന്നും പറഞ്ഞില്ല അളിയ. ഇവിടെ ഇരുന്നിട്ട് തന്നെ തറവാട് കൈവിട്ട് പോയതിനെ പറ്റി ഓരോരുത്തർ ഫോണിൽ വിളിച്ച് കളിയാക്കൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ ഞാൻ പുറത്തിട്ട് പോലെ ആളുകൾ ചോദിക്കാൻ ഞാൻ എന്തോ മറുപടി പറയും? അളിയ, നമ്മുടെയൊക്കെ വീട്ടിലുള്ളതിനേക്കാൾ ഇരട്ടി പ്രശ്നങ്ങളാണ് അവന്റെയൊക്കെ വീട്ടില്. അവനാണ് നമ്മളെയൊക്കെ കളിയാക്കിക്കൊണ്ടിരിക്കണത്. ആര് കേൾക്കാൻ പോണത്? എടാ, ഇത്രയും നാള് കൊട്ടിലപ്പാട്ട് ബലരാമൻ എന്ന് പറഞ്ഞാൽ ആളുകൾക്കൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം നശിപ്പിച്ച് കളഞ്ഞില്ലോടാ എന്റെ കെട്ടികളായിട്ട്. അളിയ, ചേച്ചി ഈ ചെയ്യണ കാര്യങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ ഒരു ദിവസം പശ്ചാത്തപിക്കും. നോക്കിക്കോ. കല്യാണം കഴിഞ്ഞത് മുതൽ ഞാൻ വിചാരിച്ചോണ്ടിരിക്കുക അവൾ ഇപ്പൊ പശ്ചാത്തപിക്കും. എവിടെ? ഞാനിപ്പോഴും പശ്ചാത്തപിച്ചോണ്ടിരിക്കുക. ഇനി കാറും വിളിച്ചോണ്ട് വല്ലവരും കളിയാക്കാൻ വരും അതോടെ. ഏയ്, അതല്ല കാര്യമായിട്ടാരോ ആണ്. സ്വാമിമാരാണല്ലേ. നമസ്കാരം. 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 ഇതല്ലേ കൊട്ടിലപ്പാട്ട് തറവാട്? അതെ. എവിടുന്നാന്ന് മനസ്സിലായില്ലല്ലോ. ഞങ്ങൾ ഈ തറവാടൊന്ന് കാണാൻ വന്നതാ. ഓ, അത് ശരി. ഇത് കൊട്ടിലപ്പാട്ട് തറവാടെന്നാ പറയാ. അങ്ങനെ കാണാൻ മാത്രം ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള തറവാടൊന്നല്ല. ഇനി അങ്ങോട്ട് ചരിത്ര പ്രസിദ്ധമായിക്കോളും. സോമിന് സീതാലക്ഷ്മിയുടെ തറവാടല്ലേ ഇത്? എങ്ങനെ അളിയാ? സീതാലക്ഷ്മി ചേച്ചിയുള്ള ആശ്രമത്തിൽ നിന്ന് വരികയാണോ? അത് എത്തിയാ? നമസ്കാരം സ്വാമി. രാധാലക്ഷ്മി? അതെ, സീതേച്ചിയുടെ അനിയത്തി. പറഞ്ഞിരുന്നു. അതെ, ഇവരൊക്കെ ആരാ? ഇവരൊക്കെ സീതേച്ചിയുള്ള ആശ്രമത്തിൽ നിന്ന് വന്ന പ്രധാന സ്വാമിമാരാ. ശരി. അപ്പോ സീതാലക്ഷ്മിയുടെ തറവാടൊക്കെ വെറുതെ ഒന്ന് സന്ദർശിക്കാന്ന് വിചാരിച്ചു വന്നായിരിക്കും അല്ലേ? അല്ല, തറവാട് ആശ്രമത്തിന് കൈമാറിയില്ലേ, അതിനു മുന്നോടിയായി ഒരു പ്രാഥമിക സന്ദർശനം. അയ്യോ, ഇതൊക്കെ എന്തിനാ ഇവിടെ തന്നെ നിന്ന് സംസാരിക്കുന്നേ? നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാലോ. വരൂ സ്വാമി. ഒരു നിമിഷം. സ്വാമിനി സീതാലക്ഷ്മിക്ക് അവിടെ സുഖം തന്നെയല്ലേ? സുഖാണ്. സ്വാമിനി തറവാട് വിട്ടുപോയതിനു ശേഷം തറവാട്ടിലുള്ള ഒരു സുഖമില്ല. സ്വാമി, പൂർവാശ്രമത്തിലെ ഭർത്താവ് ഒന്ന് അന്വേഷിച്ചെന്ന് പറഞ്ഞേരെ. പറയാം. വരൂ സ്വാമി, വരൂ. അവിടുത്തെ എല്ലാ സ്വാമിമാരും വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കി വന്നവരാണോ? പങ്കേ വരൂ സ്വാമി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.